വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്ക് സ്കീമയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞവർ ഈ ഡിഫറൻസ് കാണുക. ഇതിൽ സ്ട്രക്ചറിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ ഡൈമെൻഷൻ ടേബിൾസ് സ്റ്റാർ സ്കീമയിൽ ഡീനോർമലൈസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സ്നോഫ്ലേക്ക് സ്കീമയിൽ ഡൈമെൻഷൻ ടേബിൾസ് എന്തായിരിക്കും? നോർമലൈസ്ഡ് ആയിട്ടായിരിക്കും. ഇനി എത്ര നമ്പർ ഓഫ് ടേബിൾസ് ആണ് സ്റ്റാർ സ്കീമയിൽ വരുന്നതെന്ന് വെച്ചാൽ സിംഗിൾ ഡൈമെൻഷൻ ടേബിൾ പെർ ഡൈമെൻഷൻ. ഓരോ ഡൈമെൻഷനും സിംഗിൾ ഡൈമെൻഷൻ ടേബിളാണ് വരുന്നത്. സ്നോഫ്ലേക്ക് സ്കീമയുടെ കേസ് എടുക്കാനാണെങ്കിലോ മൾട്ടിപ്പിൾ റിലേറ്റഡ് ടേബിൾസ് പെർ ഡൈമെൻഷൻ. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഞാനിട്ട എക്സാമ്പിൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും. റിഡൻഡൻസിയുടെ കാര്യം എടുക്കാനാണെങ്കിൽ മോർ ഡേറ്റ റിഡൻഡൻസി ആണ് സ്റ്റാർ സ്കീമയിലെങ്കിൽ സ്നോഫ്ലേക്ക് സ്കീമയിൽ ലെസ് ഡേറ്റ റിഡൻഡൻസി ആണ്. കോംപ്ലക്സിറ്റിയുടെ കേസ് എടുക്കാനാണെങ്കിൽ സിമ്പിൾ സ്ട്രക്ചറാണ് സ്റ്റാർ സ്കീമ എന്ന് പറയുന്നത്. സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാലോ കോംപ്ലക്സ് ആണ്. കാരണം സ്റ്റാർ സ്കീമയുടെ എക്സ്റ്റൻഷനാണ് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും സ്നോഫ്ലേക്ക് സ്കീമയ്ക്ക്. ഇനി ജോയിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ ഫ്യൂവർ ജോയിൻസ് മാത്രമാണ് സ്റ്റാർ സ്കീമയിൽ ആവശ്യമായിട്ട് വരിക. സ്നോഫ്ലേക്ക് സ്കീമയിൽ മോർ ജോയിൻസ് ആണ് ഉണ്ടാവുക. ക്വറി റെസ്പോൺസസിൻ്റെ കേസസിൽ ഫാസ്റ്റർ ക്വറി എക്സിക്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും? സ്ലോവർ ദാൻ സ്റ്റാർ സ്കീമ. സ്റ്റാർ സ്കീമയിനേക്കാളും സ്ലോവർ ആണ് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് യൂസേഴ്സിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ റിക്വയർസ് മോർ സ്റ്റോറേജ്. സ്റ്റാർ സ്കീമയ്ക്ക് എന്ത് വേണം? കൂടുതൽ സ്റ്റോറേജ് ആവശ്യമാണ്. ഇതിന് ലെസ് സ്റ്റോറേജ് മതി. ഇനി മെയിൻ്റെനൻസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇത് ഡിഫിക്കൽട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. റീഡബിലിറ്റി സ്റ്റാർ സ്കീമ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ പാടാണ്. ഇനി എക്സാമ്പിളിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ഈ എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിൾ വരച്ചാലും മതി. ഇതിൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു കസ്റ്റമർ ഡയമെൻഷനിൽ സ്റ്റാർ സ്കീമയിൽ നമ്മൾ കസ്റ്റമർ ഡയമെൻഷനിൽ ഡയറക്റ്റ് ആയിട്ടാണ് സിറ്റിയും സ്റ്റേറ്റും കൊടുക്കുന്നത്. എന്നാൽ സ്നോഫ്ലേക്ക് സ്കീമയിൽ എന്ത് ചെയ്യുന്നു? കസ്റ്റമർ ഡയമെൻഷനിൽ നിന്ന് വേറൊരു സബ് ഡയമെൻഷൻ ഉണ്ടാക്കും, ലൊക്കേഷൻ ടേബിൾ എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ സിറ്റിയും സ്റ്റേറ്റും സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ബ്രാഞ്ച് പോലെയാണ് സ്നോഫ്ലേക്ക് സ്കീമ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്ട്രക്ചറായിട്ടുമാണ് വരുന്നത്.